എക്സ്റ്റേണലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണ്. ഇപ്പോൾ കോവിഡ് പോലത്തെ എന്തോ പാൻഡമിക് കാര്യങ്ങളൊക്കെ വരുവാണ്. എന്നാലും നമ്മൾ എന്തേ ചെയ്യുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഇൻക്രിമെൻ്റൽ ആൻഡ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമ്മുടെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ ടോപ്പിക്കിൻ്റെ ജസ്റ്റ് ഒരു സബ് ടോപ്പിക്കാണെന്ത് ഇൻക്രിമെൻ്റൽ ആൻഡ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ബഡ്ജറ്റ് ഉണ്ടാകും. നിങ്ങൾ ഈ പ്രൊവിഷണൽ ബഡ്ജറ്റ്, ഗവൺമെൻറ് പ്രൊവിഷണൽ ബഡ്ജറ്റ് ഇറക്കി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ജർമ്മനിയൊക്കെ ആക്ച്വലി ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് പ്രൊവിഷണൽ ബഡ്ജറ്റ് അഥവാ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റാണ് ഇറക്കിയത്. എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മളെന്ത് ചെയ്യും, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുക്കും. ഒന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ റിസൾട്ട്സ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2025 ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ $10 million ആയിരുന്നെന്ന് വിചാരിക്കുക. $10 million. നമ്മൾ 2026 ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ 10 million കൂടെ എന്ത് ചെയ്യും, ഒരു 10% കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുത്തിട്ടൊരു, അപ്പോൾ നമ്മൾ 2026 ബഡ്ജറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ആ ഒരു $10 million കൂടെ എന്ത് ചെയ്യും, ഒരു 10% ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു $11 million. അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എന്താകുന്നത്, എക്സ്ട്രാ വരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്തിട്ട് അതിൽ എക്സ്ട്രാ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മീൻസ് ഒരു 10% ഒരു 5% എങ്ങനെയാണോ, എന്തെങ്കിലും മറ്റേ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റൊക്കെ ഇല്ലേ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രിയുടെ ആ ഒരു എന്താണ് പണപ്പെരുപ്പം കേട്ടിട്ടില്ലേ, ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉള്ളൊരു പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻഫ്ലേഷൻ്റെ റേറ്റ് 5% ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5% എക്സ്ട്രാ ഫണ്ടും കൂടെ എന്ത് ചെയ്യും, ബഡ്ജറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എടുക്കുന്ന ഫിഗർ, കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഒരു ഫിഗർ എടുത്തിട്ടല്ലേ നമ്മൾ പുതിയ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ എടുക്കുന്ന ഫിഗർ മേ ബി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ആകാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ റിസൾട്ട്സ് തന്നെ ആയിരിക്കാം. സോ ആൻ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ബഡ്ജറ്റ് ഓർ സ്പെൻഡിങ് ഫ്രം ദ പ്രീവിയസ് പീരിയഡ് ആൻഡ് മേക്ക് സ്മോൾ ചേഞ്ചസ് ടു അക്കൗണ്ട് ഫോർ തിങ്സ് ലൈക്ക് ഇൻഫ്ലേഷൻ ഓർ അതർ നോൺ അപ്ഡേറ്റ്സ്. ഇറ്റ് വർക്ക്സ് വെൽ ഫോർ ബിസിനസ്സസ് ദാറ്റ് ആർ സ്റ്റേബിൾ വെയർ കോസ്റ്റ് ഡോൺ ചേഞ്ച് എ ലോട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഭയങ്കര ചേഞ്ചസ് ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മുടെ ZBB ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. അവിടെയൊക്കെ എന്താ നമ്മൾ ഫ്രം ദ ബേസിക്സ് ആ ഒരു ബഡ്ജറ്റ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് വരും അല്ലേ, ശരിയല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഫിഗർ എടുക്കുക, അതിൽ കുറച്ച് മാറ്റം കൊണ്ടുവന്നിട്ട് പുതിയൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സിനും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ബഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചേഞ്ചും വരാത്ത, മീൻസ് സ്റ്റേബിൾ എൻവയോൺമെൻറ്റ്, ഭയങ്കര ചേഞ്ചസ് ഒന്നുമില്ല. നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതെന്താ, അവിടെ എപ്പോഴും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുവാണ് അല്ലേ. ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു എൻവയോൺമെൻറ്റാണ് ആ കേസൊക്കെ. അല്ല, സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ബുക്ക് മാനുഫാക്ചറിങ് കമ്പനി, അങ്ങനത്തെ ഒക്കെ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യുന്ന കമ്പനിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഫോർ ഇറ്റ് ടു ബി എഫക്റ്റീവ് ദ ബിസിനസ് നീഡ്സ് ഗുഡ് കൺട്രോൾ ഓവർ ഇറ്റ്സ് എക്സ്പെൻസസ് ആൻഡ് ദർ ഷുഡ് ഓൺലി ബി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലെക്സിബിൾ സ്പെൻഡിങ്. മീൻസ് നമ്മൾ കറക്റ്റ് ഒരു ഐഡിയ വേണം മാനേജ്മെൻറ്റിന്, ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ, അല്ല ഇത്ര ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ച് നിർത്താൻ പറ്റും. കാരണം നമ്മൾ ഭയങ്കര കൂട്ടിയൊന്നും ഇടുന്നില്ല ബഡ്ജറ്റ് അല്ലേ. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്തിട്ട് വെറുതെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, പുതിയൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. സോ ആ കേസിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് വേണം ആർക്ക്, മാനേജ്മെൻറ്റിന്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആർക്ക് വേണം, മാനേജ്മെൻറ്റിന് വേണം. ആൻഡ് ഓൾസോ ഫ്ലെക്സിബിൾ സ്പെൻഡിങ് എന്തായിരിക്കും, കുറവായിരിക്കണം. ഫ്ലെക്സിബിൾ സ്പെൻഡിങ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ട്, മീൻസ് ഒട്ടും ഫിക്സഡ് അല്ലാതെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഫ്ലെക്സിബിൾ സ്പെൻഡിങ് എന്ന് പറയുന്നത്. സോ ഫ്ലെക്സിബിൾ സ്പെൻഡിങ് ഒക്കെ ആ കേസിലൊക്കെ അതൊക്കെ എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ സ്പെൻഡിങ് ഒക്കെ എന്തായിരിക്കണം, കുറവായിരിക്കണം. പിന്നെ അതായത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. നെക്സ്റ്റ് ഇയർ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ബൈ യൂസിങ് കറണ്ട് ഇയർ ആക്ച്വൽ ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അത് നമ്മുടെ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. സോ ഇതാണ് നമ്മുടെ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ത്, ക്വിക്കസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ബഡ്ജറ്റിംഗ്. ശരിയല്ലേ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കഴിഞ്ഞ വർഷത്തെ ആ ഫിഗർ എടുത്തിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ZBB നമ്മുടെ സീറോ ബേസ്ഡ് ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തൊട്ടേ ഫ്രം ദ സ്ക്രാച്ച് എന്ത് ചെയ്യണം,
ബിൽഡ് ചെയ്ത് വരണം. ശരിയല്ലേ? ഇതാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കഴിഞ്ഞ വർഷം ആ ഒരു ഫിഗർ എടുക്കുക, പ്ലസ് എത്ര 5 or 10% ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? സോ അത്ര ഉള്ള എന്ത് നമ്മുടെ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വിക്കസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ബഡ്ജറ്റിങ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു 2 weeks ഒക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് പഴയ ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീസ് കൊണ്ട് നമ്മുടെ തരുവാണെന്ത് ഒരു ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് തരാൻ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ആ ബഡ്ജറ്റ് എടുക്കുക, എക്സലിലൊക്കെ ആയിരിക്കും തരുന്നത്. ജസ്റ്റ് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എത്ര പെർസെൻറ്റേജാണ് ആഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ എന്താകും, എക്സലിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, സംഭവം തീരും. അപ്പോൾ അതാണ് പറയുന്നത് ക്വിക്കസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ബഡ്ജറ്റിംഗ്. അടുത്തൊരു അഡ്വാൻറ്റേജ് ആണെന്ത് സ്യൂട്ടബിൾ ഫോർ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ്, എക്സ്പെക്റ്റഡ് നോ ചേഞ്ച്, ഹിസ്റ്റോറിക് ഫിഗേഴ്സ് ആർ റിലയബിൾ. ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് ആയിരിക്കും, അവിടെ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. ആൻഡ് ഓൾസോ ഹിസ്റ്റോറിക് ഫിഗേഴ്സ് റിലയബിൾ ആയിരിക്കണം. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഫിഗേഴ്സൊക്കെ എന്തായിരിക്കണം, കുറച്ചും കൂടെ റിലയബിൾ ആയിരിക്കണം. വെറുതെ എന്തെങ്കിലുമൊക്കെ ഫിഗേഴ്സ് എടുത്തുകൊണ്ട് തന്നാൽ പോരാ, ആ ഇട്ട ഫിഗർ അത്രയും റിലയബിൾ ആയിരിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കണം അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ അത്രയും റിലയബിൾ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണെന്ത് റെഡ്യൂസസ് ഇൻറ്റേർണൽ റൈവൽറി. കാരണം നമ്മുടെ മാനേജ്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യും. ഏത് കേസിൽ, നോർമലി ഉള്ള ബഡ്ജറ്റ്സിൻ്റെ കേസിൽ. കാരണം അവരെന്തിനാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഇവരുടെ ആ ഒരു ബഡ്ജറ്റ് വിട്ടുപോകാതെ ബഡ്ജറ്റ് കീപ്പ് ചെയ്യാൻ നോക്കും. നോർമൽ കേസിലാണ് പറയുന്നത്, ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിൻ്റെ കേസിലല്ല. വിട്ടുപോകാതെ കീപ്പ് ചെയ്യാൻ നോക്കും. നമ്മുടെ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അങ്ങനെ കീപ്പ് ചെയ്യാൻ നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ബഡ്ജറ്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ 10 million ആണ് അവർക്ക് കൊടുത്തേക്കുന്ന ടാർഗറ്റെങ്കിൽ ആ 10 million അച്ചീവ് ചെയ്യാൻ നോക്കും. ഇവിടെ 20 million ആണ് കൊടുത്തേക്കുന്ന ടാർഗറ്റെങ്കിൽ 20 million അച്ചീവ് ചെയ്യാൻ നോക്കും. എന്തിനു വേണ്ടിയിട്ട്, ഇനി അടുത്ത വർഷം ഈ ഒരു ടാർഗറ്റ് ഈ വർഷം ഇവർ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അടുത്ത വർഷം ഇവർക്ക് എന്തായിരിക്കും, കുറച്ചും കൂടെ ഫണ്ട് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ശരിയല്ലേ? കുറച്ചും കൂടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, കുറച്ചും കൂടെ കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കും. പക്ഷേ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കുറച്ച് എക്സ്ട്രാ പെർസെൻറ്റേജ് ആഡ് ചെയ്തേ കൊടുക്കുകയുള്ളൂ അല്ലേ? ആ കേസിൽ ഇവർ തമ്മിൽ എന്ത് വരത്തില്ല, വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാരണം എന്താ വെച്ചാൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും കാര്യമില്ല, മാനേജ്മെൻറ്റ് എന്താ ചെയ്യുള്ളൂ, എക്സ്ട്രാ കുറച്ച് പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുകയുള്ളൂ, ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ചെയ്തില്ലേ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്. പിന്നെ കൺസിസ്റ്റൻസി ആൻഡ് ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് എപ്പോഴും എന്തായിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അല്ലേ? ഭയങ്കര ഡിഫറൻസോ ഭയങ്കര കൂടുതൽ അലോക്കേഷനോ കൂടുതൽ ഫണ്ട് അലോക്കേഷനോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പം സംഭവം കാര്യങ്ങളെല്ലാം എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി ഉള്ള ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്താവും, നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകും. പ്രീവിയസ്ലി എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രോഗ്രാംസോ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷവും നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റിൽ കൊണ്ടിടും. അത് നമ്മൾ ബഡ്ജറ്റ് ഫുള്ളായിട്ട് എന്ത് ചെയ്യത്തില്ല, ആക്സസ് ഒന്നും ചെയ്യത്തില്ല, ജസ്റ്റ് എക്സ്ട്രാ പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് എക്സ്ട്രാ അഡീഷണലി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിൽ ചെയ്യുന്നത്. ഇപ്പം പ്രീവിയസ്ലിയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകും. അൺഎക്കണോമിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ ഡിസ്കറേജസ് ഇന്നോവേഷൻ. നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല. നമ്മൾ ഇത്രയും നാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതേ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുള്ളൂ. സോ ഇന്നോവേഷൻ ഡിസ്കറേജ് ചെയ്യും. ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ചേഞ്ചസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ്, എക്സ്റ്റേണലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണ്. ഇപ്പോൾ കോവിഡ് പോലത്തെ എന്തോ പാൻഡമിക് കാര്യങ്ങളൊക്കെ വരുവാണ്. എന്നാലും നമ്മൾ എന്തേ ചെയ്യുള്ളൂ, ഈ ഒരു ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റായിട്ട് മുന്നോട്ട് പോകുള്ളൂ. കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ വരും എക്സ്ട്രാ. അതൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ കൺസിഡർ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. സോ അതാണ് പറയുന്നത് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ചേഞ്ചസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്. സോ ഇതാണ് നമ്മുടെ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്, അതായത് നമ്മുടെ റോളിംഗ് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം, ഓർ കണ്ടിന്യൂസ് ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് വിച്ച് ഇസ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ബൈ ആഡിങ് ഫർദർ അക്കൗണ്ടിങ് പീരീഡ് മന്ത് ഓർ ക്വാർട്ടർ ടു ദ എൻഡ് ഓഫ് ദ ബഡ്ജറ്റ് വെൻ കറസ്പോണ്ടിങ് പീരീഡ് ഹാസ് എൻഡഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മാസം എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു മന്ത് എന്ത് ചെയ്യും, നമ്മുടെ ബഡ്ജറ്റിലോട്ട് ആഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
സോ നമ്മുടെ ഓരോ മാസമാണല്ലേ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഇങ്ങനെ പോവാണ്. ജാനുവരിയിലെ ഫണ്ട് $10 million ആണ് ബഡ്ജറ്റ്. അങ്ങനെ ഓരോ മാസവും ഇങ്ങനെ കുറച്ച് ഫണ്ട് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ ജാനുവരി കഴിഞ്ഞെന്ന് വിചാരിക്കും. ജാനുവരി കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കയറി. ഇനി എത്ര മാസമാണ് ബാക്കിയുള്ളത് ഈ വർഷം? 11 months. സോ ഈ ജാനുവരി കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ജാനുവരിയിൽ എന്താക്കും? ബഡ്ജറ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. മീൻസ് ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത മാസം എന്ത് ചെയ്യും? ആഡ് ചെയ്ത് പോകും. മീൻസ് എപ്പോഴും അവിടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്തായിരിക്കും? ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു വർഷത്തെ ബഡ്ജറ്റ് അവിടെ കാണും. അതിനാണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ കയറുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ പിന്നെയും ഫെബ്രുവരിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനാണ് എന്ത് പറയുന്നത്? നമ്മുടെ റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് നമ്പർ ഓഫ് റോളിംഗ് ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഈച്ച് ഇയർ ആൻഡ് ഈച്ച് റോളിംഗ് ബഡ്ജറ്റ് കവർ നെക്സ്റ്റ് 12 month പീരീഡ്. എല്ലാ വർഷവും എപ്പോഴും നമ്മൾ റോളിംഗ് ബഡ്ജറ്റ് ഉള്ളെടുത്ത കാലം നമ്മൾ എന്തായിരിക്കും? നമുക്ക് 12 മാസത്തെയും എന്ത് കാണും? നമുക്ക് ബഡ്ജറ്റ് അവൈലബിൾ ആയിരിക്കും. എപ്പോഴും ഒരു വർഷത്തെ ബഡ്ജറ്റ് കമ്പനിയിൽ എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. അതാണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റോളിംഗ് ബഡ്ജറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജസ് ആണ് എന്ത്? റെഡ്യൂസ് എലമെൻറ്റ് ഓഫ് അൺസർട്ടനിറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ തന്നെ നമ്മൾ നോക്കി വയ്ക്കും അടുത്ത ജാനുവരിയിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അടുത്ത ജാനുവരിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അൺസർട്ടനിറ്റി എന്തെങ്കിലും നമ്മളറിയാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ അറിയാൻ പറ്റും. സോ അൺസർട്ടനിറ്റി എന്തായിരിക്കും? അവിടെ ഇല്ലാതാകും. അപ്പോൾ അതാണ് പറയുന്നത് റെഡ്യൂസ് എലമെൻറ്റ് ഓഫ് അൺസർട്ടനിറ്റി. പിന്നെ ഫോഴ്സ് മാനേജേഴ്സ് ടു അസസ് ബഡ്ജറ്റ് റെഗുലർലി. നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് എന്ത് ചെയ്യും? നോക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് നോക്കും, പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മാനേജേഴ്സിന് അതെന്തായിരിക്കും? ആക്ച്വലി ഒരു ഫോഴ്സ് പോലെ, അവരെ ഫോഴ്സ് ചെയ്യുന്ന പോലെ അവരെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ബി ഓൺ റീസെൻറ്റ് പ്ലാൻ. നമുക്ക് എപ്പോഴും പുതിയ പ്ലാൻ അവൈലബിൾ ആയിരിക്കും. നമുക്ക് എപ്പോഴും ഒരു 12 month പീരീഡ് പ്ലാൻ എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. സോ റീസെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓൾവേസ് ലോങ് പീരീഡ് ബഡ്ജറ്റ് വിൽ ബി അവൈലബിൾ. എപ്പോഴും ഒരു 12 month ബഡ്ജറ്റ് എന്തായിരിക്കും? അവിടെ അവൈലബിൾ ആയിരിക്കും. എപ്പോഴും ഒരു വർഷത്തെ ബഡ്ജറ്റ് അവൈലബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഓരോ മാസം തീരുമ്പോൾ എന്താകും? അടുത്ത മന്ത് ആഡ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. റിക്വയർ മോർ ടൈം, എഫേർട്ട് ആൻഡ് മണി. ശരിയാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും ബഡ്ജറ്റ് നോക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ അടുത്ത വർഷത്തെ കാര്യങ്ങളൊക്കെ നോക്കി ആക്സസ് ചെയ്ത് പുതിയ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമുക്ക് അത്രയും എമൗണ്ടും വേണ്ടി വരും, ക്യാഷും വേണ്ടി, കോസ്റ്റും ചിലവാകും. കാരണം കുറേ ഡാറ്റ അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത്രയും സമയവും കാശും വേണ്ടി വരും. അതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻകർ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഇസ് നോട്ട് റാപ്പിഡ്. നമുക്ക് അത്ര റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻഡസ്ട്രി അല്ലാത്തൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട്, റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രി, മീൻസ് സ്മാർട്ട് ഫോൺ അങ്ങനത്തെ ഇൻഡസ്ട്രിയിലല്ലാത്ത നോർമൽ ഇൻഡസ്ട്രീസിലൊക്കെ പോയിട്ട് ഈ ഒരു റോളിംഗ് ബഡ്ജറ്റ് യൂസ് ചെയ്താൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. റോളിംഗ് ബഡ്ജറ്റ് മെയിൻലി റാപ്പിഡ് ചേഞ്ച് ഉള്ള ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ഇൻഡസ്ട്രീസിൽ പോയിട്ട് ഈ റോളിംഗ് ബഡ്ജറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. നമ്മുടെ ബെനിഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും എന്ത്? ചിലവ് വരുന്നത്. സോ അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഇൻകോർ എക്സ്ട്രാ കോസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ചസ് നോട്ട് റാപ്പിഡ്. സോ ഇതൊക്കെയാണ് നമ്മുടെ റോളിംഗ് ബഡ്ജറ്റിന് എന്ത് വരുന്നത്? ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. സോ ഇതാണ് നമ്മളിന്ന് ആക്ച്വലി നോക്കിയത്. എന്തൊക്കെയാണ്? നമ്മൾ 2 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് നോക്കി. ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് നോക്കി, റോളിംഗ് ബഡ്ജറ്റ് നോക്കി. ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജ് നോക്കി, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കി. അതേപോലെ തന്നെ റോളിംഗ് ബഡ്ജറ്റിൻ്റെ നോക്കി, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് കറക്റ്റായിട്ട് നോക്കി. സോ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.